വടക്കന്തറ വേലയുടെ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ അവസാന ദിവസം എന്നിട്ടൊന്ന് വർക്ക് കഴിഞ്ഞ് മെല്ലെ ആ വഴി ഒന്ന് തിരിച്ചു. പോകുമ്പോൾ തന്നെ തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് സീറ്റിലൊക്കെ ആൾക്കാരൊക്കെ ഇരുന്നുണ്ടായിരുന്നു. അവസാന ദിവസമായിരുന്നു സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ. അപ്പോൾ അതിൻ്റെ സമാപന ചടങ്ങ് നടക്കുകയായിരുന്നു. നിറയെ പ്രമുഖരായ വ്യക്തികളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റേജിൽ. കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടാവില്ല വിചാരിച്ചു ഞാൻ. അപ്പോൾ വീട്ടിലൊക്കെ വിളിച്ചിട്ട് നമുക്ക് പരിപാടിയൊക്കെ കാണാൻ പോവാം, റെഡി ആയിക്കോ പറഞ്ഞു. കുറച്ച് നേരം നിന്ന് അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കാലോ, പകലല്ലേ വെളിച്ചത്തിൽ വീഡിയോസൊക്കെ എടുക്കാലോ പറഞ്ഞിട്ട് അവിടെയൊക്കെ നിന്നു. നല്ല നല്ല സെറ്റപ്പ് DJ സെറ്റപ്പൊക്കെ ചെയ്തു. പന്തൽ വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സ്റ്റേജിൻ്റെ പന്തൽ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പരമാവധി അടുത്ത് പോയി എടുക്കാനൊന്നും പറ്റില്ല, ഇത്തിരി തിരക്കല്ലേ പറഞ്ഞിട്ട് ഇത്തിരി മാറി നിന്നത്. സ്റ്റേജിൽ നിറയെ പ്രമുഖരായ വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നേ. അവനെ കുറേ നേരം അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു. നല്ല സീറ്റിംഗ് ആളായി. കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു പരിപാടിയൊക്കെ കാണാൻ വന്നിട്ട്. ഇരുട്ടാകുമ്പോഴേക്കും മെല്ലെ വീട്ടിൽ പോയി അവരും വിളിച്ചിട്ട് വരാൻ പറഞ്ഞ് ഞാൻ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. നല്ല നല്ല പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നമുക്ക് കാണാൻ പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ അവസാനം ആ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ അവസാന ദിവസം മെല്ലെ വന്നതാണ്. പ്രാർത്ഥന ചൊല്ലുന്നു. കുറച്ച് നേരം അതും കേട്ടുകൊണ്ട് നിന്നു. മെല്ലെ അവിടെ നിന്ന് യാത്ര വെച്ചു, വീട്ടിലേക്ക് യാത്ര വെച്ചു. പോണ വഴിയിൽ റോഡ് സൈഡ് ഇങ്ങനത്തെ ഒരു അടിപൊളി നല്ല ചാന്തത്തിൽ പരിപാടി കണ്ടില്ലേ, അത് കുറച്ച് നേരം നിന്ന് അതിൻ്റെ വീഡിയോസ് ഒന്ന് എടുത്തു. വീടെത്തി വേഗം റെഡിയായി അവനെ വിളിച്ചുകൊണ്ട് വേഗം വന്നു കേട്ടോ. വണ്ടി ഇത്തിരി കുറച്ച് ദൂരെയാണ് നിർത്തിയത്, അങ്ങാടിയിൽ നിന്ന് ഇത്തിരി മാറിയിട്ട്. അവിടെ നിങ്ങൾ നടന്നു വരുമ്പോൾ അവിടുന്ന് അമ്പലത്തിൽ വെളിച്ചപ്പാടെല്ലാം നടന്നു വരുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അത് നോക്കിയിരുന്നു. നിന്നും അധികം എല്ലാം നടന്നു. അവിടെ ശിവജിൻ്റെ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ മുൻവശത്ത് തന്നെ ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി മുമ്പിൽ പോയി നോക്കണം, അടുക്കണില്ല. സ്റ്റേജിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്ക്. ഞാൻ നേരത്തെ കണ്ട പോലെ ആയിരുന്നില്ല, നല്ല തിരക്കായി. സ്റ്റേജിൻ്റെ അടുത്ത് പോകാനേ പറ്റുന്നില്ല, അമ്മാതിരി തിരക്ക്. ഫാമിലിയും കൂടെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റില്ല. അഥവാ ഉള്ളിൽ പോകണം പറഞ്ഞാൽ നേരത്തെ ഒരു 5-5:30 എത്തിയാലേ ഉള്ളിൽ പോയി സീറ്റ് പിടിക്കാൻ പറ്റുള്ളൂ. എന്ത് നോക്കിയിട്ട് നമുക്ക് ഉള്ളിൽ പോകാൻ പറ്റുന്നില്ല. ബാക്കിൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നിന്ന് പറ്റി നിന്ന് ഓരോ വീഡിയോസ് ഇങ്ങനെ എടുത്തു. റിമി ടോമിയെല്ലാം വരുന്ന പറഞ്ഞാൽ വന്നത് കേട്ടോ. പിന്നെ ആർക്ക് വരുന്ന കാര്യമായിട്ട് നമുക്ക് വിവരം കിട്ടിയില്ല. നല്ല തിരക്ക് തന്നെ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിന്ന് കുറേ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ ഉന്തുന്നളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. തിരക്കല്ലേ കൊണ്ട് അങ്ങനെ മാറി മാറി നിന്നു. ഇവിടെ നിന്നിട്ട് പരിപാടി നേരെ കാണാൻ പറ്റില്ല. കുറച്ചുകൂടി അടുത്ത് പോയി കാണാമല്ലോ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. നടക്കണില്ല, അമ്മാതിരി തിരക്ക്. തിരക്കിൻ്റെ ഇടയിൽ തള്ളി അവസാനം ഒരു കടയിൽ മുമ്പിൽ വന്ന് നിന്നു. അവിടെ ഇത്തിരി ഗ്യാപ്പായപ്പോൾ അവിടെ അങ്ങനെ കുറേ നേരം നിന്നു. ഇതൊന്നും കാണുന്നില്ല. പിന്നെ റിമി ടോമിയൊക്കെ വരുന്നില്ല പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഉണ്ടാകുന്നു. റിമി ടോമി വന്നിട്ട് നല്ല തിരക്കായി, നല്ല ആർപ്പുവിളിയൊക്കെ ആയി. നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ എത്തി കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. റിമി ടോമി പിന്നെ നമ്മുടെ ആൾക്കാരിനൊക്കെ കയ്യിലെടുത്ത് നല്ല സംസാരം, പാലക്കാടൻ ഭാഷയിലൊക്കെ നന്നായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. അതിൽ
വീഡിയോ 2 പാട്ട് കേട്ടിട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങനെ നിന്ന് തിരക്കല്ലേ പറഞ്ഞിട്ട്. കുറച്ച് ദൂരം അങ്ങോട്ട് മാറിയിട്ട് അതിൽ പോകാൻ പറഞ്ഞിരിക്കണം. അവിടെ നല്ല തിരക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ടായി. കറക്റ്റായി നടുവിൽ പെട്ട പോലെയായി. എല്ലാവരും വീഡിയോ എടുക്കണ്ടായിരുന്നു. നമ്മളും അതിനുള്ളിൽ ഇതാണ് ചെറുതായിട്ട് ഓരോ വീഡിയോസ് എടുത്തു. പിന്നെ അവിടെ നിന്ന് മാറി വേറെ ഭാഗത്ത് വന്നു. അമ്പലത്തിന് ഫ്രണ്ടിലേക്ക് പോകാൻ ഓരത്തൂടെ റോഡുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുറേ വന്നു വീഡിയോ എടുക്കാൻ വേണ്ടി. സ്റ്റേജിൻ്റെ അടുത്തേക്ക് വന്നു. അവിടെ വന്ന് വീണ്ടും ഇടയിൽ പെട്ടു. തിരക്കോട് തിരക്കായി. അവിടെ നിൽക്ക് കളിയില്ലാണ്ടായി ശരിക്കും പറഞ്ഞാൽ. മെല്ലെ ബാക്കിലേക്ക് തിരിച്ചു. ഇല്ല, അവിടെ ബിൽഡിങ്ങിൽ അവിടെയൊക്കെ മരത്തിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എവിടെയും സീറ്റേ കിട്ടിയില്ല. മകനാണെങ്കിൽ തിരക്കിൻ്റെ ഉള്ളിൽ പെട്ട് മതിയായി. വീട്ടിൽ പോകാൻ ചോദിച്ചു വീട്ടിൽ പോകാമെന്നായി. ആൾക്ക് മെല്ലെ ഉറക്കം വരാൻ തുടങ്ങി. കുറച്ച് നേരം പാട്ട് കേൾക്കാൻ ലോകമുണ്ടങ്ങനെ നിന്നു. നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ശ്രീനാഥൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ കുറേ പാട്ടൊക്കെ കേട്ടു. കുറച്ച് നേരം ആ പാട്ടെല്ലാം കേട്ടുകൊണ്ടിങ്ങനെ ഇരുന്നു. ഫെയിമുണ്ടേന് പിന്നെ ആൾക്കാരെല്ലാം നന്നായി കയ്യിലെടുക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല നല്ല സംസാരമൊക്കെ. ആദ്യമായിട്ട് റിമി ടോമിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. നല്ല തിരക്കായി കാണില്ല. ഒന്നും നമുക്ക് അടുക്കാൻ പറ്റില്ല. സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോകാനേ പറ്റുന്നില്ല. ഒന്നാമത് മതി. ഇപ്പം മെല്ലെ വെളിയിലേക്ക് വന്നു, റോഡിലേക്ക് വന്നു. ഒരു മാറി നിന്നു. ആയിരത്തി 10 പാട്ട് കിട്ടുന്ന അവരുടെ നിന്നു. മെല്ലെ വീട്ടിലേക്ക് പോകാന്നുള്ള പ്ലാൻ ഇട്ടു. അവിടെ ചെറിയ പരിപാടിയൊക്കെ നടക്കണ്ട, അത് നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം നടക്കണ അവരൊക്കെ മിണ്ടാണ്ടിരിക്കുന്നുണ്ടല്ലേ. അച്ഛൻ അതിൽ കയറാ, അച്ഛൻ ഇതിൽ കയറാ പറഞ്ഞു. അതിലും കയറിയില്ല. മിണ്ടാണ്ട് ആൾ പിണങ്ങി. അച്ഛൻ്റെ അടുത്ത് മിണ്ടില്ല പറഞ്ഞ ആൾ മെല്ലെ ഇറങ്ങി അവിടെ നിന്ന്. ആൾ പിണങ്ങി കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞാലും കോംപ്രമൈസ് ഇല്ല. വ്യാഴാഴ്ച നമ്മളെ ചെറുമ്പറ്റക്കാവ് വേലയ്ക്ക് ക്ലാസ് ഏരിയയിലെ വേലയ്ക്ക് ടോയ്സ് വാങ്ങിത്തരാൻ വന്നിട്ട് ആളിനെ കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ നടന്ന് വീട്ടിലേക്ക് നടന്നു.